സ്ഥലത്തെ പ്രധാന കള്ള് ഷാപ്പ്. രാത്രി സമയമായി ഷാപ്പുകളൊക്കെ അടച്ചു. ഷാപ്പിനുള്ളിൽ ചെറിയ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നടക്കുന്നു. അവിചാരിതമായി ഷാപ്പിൻ്റെ മുതലാളി ഷാപ്പിൻ്റെ അകത്ത് തന്നെ തൂങ്ങുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അതോ അകത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ, അതോ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തോ? ആരും പുറത്തുനിന്ന് അകത്തേക്കും വന്നിട്ടില്ല, അകത്തുള്ള ആൾക്കാരും പുറത്തേക്കും പോയിട്ടില്ല. ഇങ്ങനൊരു വൻ കൺഫ്യൂഷനോട് കൂടി തുടങ്ങുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഇന്ന് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സൗബിൻ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയാണ് പ്രാവിൻകോട് ഷാപ്പ്. അപ്പോൾ ചിത്രം റിലീസായിരിക്കുകയാണ്. ചിത്രം കണ്ടു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സിനിമ കണ്ടതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഒപ്പീനിയനാണിത്. വെൽക്കം ടു ഷിൻമോഷായ്. പ്രാവിൻകോട് ഷാപ്പ് തൃശ്ശൂർ ജില്ലയിലെ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് അങ്ങോട്ടാണ് ഈ പ്രാവിൻകോട് ഷാപ്പ് എന്ന് പറയുന്ന ഒറിജിനൽ ഷാപ്പ് ഉള്ളത്. ഇത് അറിയാൻ കാരണമെന്ന് പറയുന്നത് എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ആൾ മാപ്രാണം സൈഡിലുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷാപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇതിൻ്റെ ട്രെയിലർ ടീസറെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തെരിച്ച് ഒരു പരുവത്തിലായി. അപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് പടം തിയേറ്ററിൽ തന്നെ നമ്മൾ കാണണം എന്നുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു. അൻവർ റഷീദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഷൈജു ഖാലിദാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിഷ്ണു വിജയാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൗബിൻ ഷാഹിർ, ബേസിൽ, ചെമ്പൻ വിനോദ്, ചാന്ദിനി എന്നിവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ശ്രീരാജ് ശ്രീനിവാസനാണ്, നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസനാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് മുമ്പ് ചെയ്തിരുന്നത് ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് ഭയങ്കര യൂട്യൂബിലൊക്കെ ഭയങ്കര തരംഗമായി മാറുകയൊക്കെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പം അതിനുശേഷം പുള്ളിയുടെ ആദ്യത്തെ ഒരു സിനിമ ആണ്. അപ്പം തുടക്കം തന്നെ അൻവർ റഷീദ് എന്ന് പറയുന്നൊരു മികച്ച പ്രൊഡ്യൂസറിൻ്റെ കൂടെ ആയത് തന്നെ പുള്ളിയുടെ ഒരു ഭാഗ്യമാണ്. സിനിമ അങ്ങനെ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഷാപ്പിൽ ഒരു രാത്രി സമയത്ത് അവിചാരിതമായ ഒരു സംഭവം നടക്കുകയും അതന്വേഷിച്ച് തുടങ്ങുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ രീതി തന്നെ പോകുന്ന ഒരു സിനിമയാണിത്. ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ഒക്കെ ആയിട്ട് സിനിമ തുടങ്ങി തീരുന്നവരെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ടേൺ ഓവേഴ്സും എല്ലാം വെച്ച് നമ്മുടെ മൈൻഡിനെ ഇട്ട് ഗെയിം കളിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. വളരെ നർമ്മം നിറഞ്ഞ രീതിയിലും കൂടി ഈ ഇൻവെസ്റ്റിഗേഷനെ പറയാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ ക്രൈം ത്രില്ലർ സിനിമ കാണുന്ന ഒരു ഫീല് മാറി ഒരു കോമഡി ജോണറും കൂടി ചേർന്നത് കൊണ്ട് തന്നെ ആ ഒരു രസത്തിൽ ഈ പടം കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസുകളാണ്. സൗബിനാകട്ടെ, ബേസിലാകട്ടെ, ചെമ്പൻ വിനോദാകട്ടെ, ചാന്ദിനി ആകട്ടെ, ഗംഭീര ട്രാൻസ്ഫോർമേഷനാണ്. ഒരു നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുള്ള പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. മേക്കപ്പ് കൊണ്ടാകട്ടെ, അല്ലാതെ അവരുടെ ഒരു പെർഫോമൻസ് കൊണ്ടാകട്ടെ, ക്യാരക്ടറൈസേഷൻ കൊണ്ടാകട്ടെ, ഒരു വ്യത്യസ്തത എവിടെയോ നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് വല്ലാത്തൊരു പോസിറ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇവരുടെ എല്ലാം പെർഫോമൻസും ഗംഭീരമായിട്ട് തോന്നി. ചാന്ദിനിയൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ലുക്കാണ് പുള്ളിക്കാരത്തേക്ക്. ഈ സിനിമയിൽ വേറെ ഏതോ ഒരു ലുക്ക് പോലെ തോന്നി. കാണാൻ രസമുണ്ട്, ഭയങ്കര ഒരു ക്യൂട്ട് ഫീൽ തരുന്നുണ്ട്. പക്ഷെ വല്ലാത്തൊരു ചേഞ്ച്. അതുപോലെ തന്നെ സൗബിനൊക്കെ ചില സീനുകളിൽ തന്നെ എനിക്ക് സൗബിൻ തന്നെ ആണോ എന്ന് തോന്നി. കാരണം അതുപോലുള്ളൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ നടത്തത്തിലൊക്കെ ഉള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ളൊരു ഫീല് നൽകുന്ന രീതിയിലാണ് ഇതിനെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്, അതിൻ്റെ ലൈറ്റിംഗ് ആണ്. ഇതുവരെ വെക്കാത്ത ടൈപ്പ് ഒരു ലൈറ്റിങ് കൊടുത്തു എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. കാരണം പല ലൈറ്റിങ്ങും ഒരു ഗംഭീര ഫീല് നൽകുന്നുണ്ടായിരുന്നു. എന്തോ കൺവേ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൗഡ് എന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ ആ ഒരു സാധനം കാണാൻ പറ്റും. അത് ഭയങ്കര രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഷൈജു ഖാലിദ്, നിങ്ങൾ സൂപ്പർ ക്യാമറമാനാണെന്ന് അറിയാം. പക്ഷേ നിങ്ങൾ ഓരോ സിനിമയിലും ഓരോരോ സാധനങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര സംഭവം തന്നെയാണ്.
അതിലെനിക്ക് എക്സ്പെഷ്യലി ഒരു ഡോർ അടച്ചിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തുകൂടി പോലീസ് ജീപ്പ് വരുന്നൊരു സീൻ വെച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു. അതിൽ നമുക്കറിയാം ഒരു യൂഷ്വൽ ഷോട്ട് പോലെ തോന്നും, പക്ഷേ അത് തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ഒരു ലൈറ്റിങ് ഇങ്ങനെ കറങ്ങി വരുന്നതിൻ്റെ ഗംഭീരമായിരുന്നു. വിഷ്ണു വിജയാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പോസിറ്റീവും അത് തന്നെയാണ്. ഗംഭീരമായിട്ട് കുറേ പാട്ടുകൾ ഇതിൻ്റെ അകത്ത് ഒഴുകി വരുന്നുണ്ട്. ഒരു പാട്ട് ഞാൻ എടുത്തു പറയാൻ പറ്റുന്നില്ല, കാരണം എല്ലാം ഒഴുകി വരുന്നതാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ വരുന്നൊരു പാട്ടുകളാണ്. അറിഞ്ഞില്ല, ഒരു 2-3 പാട്ടൊക്കെ വന്ന് പോയതുപോലും അറിഞ്ഞില്ല, അതുപോലെ വന്നുപോയി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ നല്ല രീതിയിൽ എവിടെയൊക്കെ പീക്ക് ആവുന്നുണ്ടോ സിനിമ, അവിടെയൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒപ്പത്തിനൊപ്പം പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു പടി മുകളിലും കയറി നിൽക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടാതെ വന്നത് നമ്മുടെ വിക്രം വേദ സിനിമയിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തിൻ്റെ അകത്ത് യൂസ് ചെയ്ത് എവിടെയോ അതിൻ്റെ ഒരു ചായ്വ് പെട്ടെന്ന് നല്ല രീതിയിൽ അടിയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ടൂണേ മാറി. പക്ഷേ അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗംഭീര വർക്കായിട്ട് എനിക്ക് ഇത് തോന്നി. ഷഫീഖ് മുഹമ്മദ് അലിയാണ് ഇതിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ലൊരു നോൺ ലീനിയറും ആണ്, ലീനിയറും ആണ്. എന്നാൽ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് കയറ്റി ഇറക്കി അതിൻ്റെ ഒരു സിനിമയുടെ ഒരു കട്ട്സ് കാണിച്ച് കുറേ മൈന്യൂട്ട് കട്ട്സ് ഉണ്ട്. ചുമ്മാ ഓരോ സാധനങ്ങൾ നീക്കുന്നത്, അനക്കുന്നത്, ഇതെല്ലാം കട്ട്സ് എല്ലാം വെച്ച് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കുറച്ച് റിവേഴ്സ് ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമ്മുടെ ഒരു ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല. ആ എഡിറ്റ് അതുപോലെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഓരോ മൈന്യൂട്ട് സൗണ്ടിൽ നിന്ന് ഒരു ട്രാൻസിഷൻ വരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്പായി വരുന്നൊരു സമയത്തൊരു ട്രാൻസിഷൻ ഉണ്ടാകുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. ആ സിനിമയുടെ ഒരു ഫീലിനെ നിലനിർത്താൻ അതിന് എഡിറ്റ് സാധിച്ചു. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. ശ്രീരാജ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നവാഗതനായ ഡയറക്ടറിന് ഫസ്റ്റ് സിനിമ തന്നെ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് കിട്ടുന്നു, ഒരു അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ കിട്ടുന്നു, നല്ല ഗംഭീര ടെക്നീഷ്യൻസിനെ കൈ കിട്ടുന്നു. ഇതെല്ലാം കിട്ടിയിട്ട് പുള്ളി ഉഴപ്പാതെ പുള്ളിയുടെ വർക്ക് ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ പടത്തിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, ആ പറയാൻ ശ്രമിക്കുന്നൊരു ഫീലുണ്ട്. ആ ഫീല് നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കണക്റ്റ് ആകുകയും ഗംഭീരമായിട്ട് ആ ഒരു സ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ഒരു ലാഗോ ഒരു ഫ്ലോസോ ഒന്നുമില്ലാതെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു അടിപൊളി ഡയറക്ഷൻ തന്നെയായിരുന്നു എന്ന് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. ശ്രീരാജ് ശ്രീനിവാസൻ മലയാള സിനിമയുടെ അടുത്തൊരു നേട്ടം തന്നെയാണ്. വെൽക്കം. വീഡിയോ തുടങ്ങിയ സമയം മുതൽ ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് മാത്രം ഞാൻ എവിടെയും പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും പോസിറ്റീവ് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് സിനിമ അടിപൊളിയായിരിക്കും എന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല, സിനിമ ഗംഭീരമായിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ ഉണ്ടാക്കുന്നൊരു മാജിക്കാണെന്ന് ഞാൻ മുൻ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു മാജിക്കായിട്ട് തന്നെ കണക്കാക്കാം. ഒരു ഗംഭീര മാജിക്ക്, ഒരു അത്ഭുതകരമായ ഒരു മാജിക്ക്, ഒരു മജീഷ്യൻ്റെ കൈയടക്കത്തോടു കൂടി ചെയ്തു വെച്ച ഒരു മാസ്റ്റർ പീസ് സാധനമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം ഒരു സ്ഥലത്ത് പോലും ലാഗില്ലാതെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഒരു ക്രൈം ത്രില്ലറാണ്. ഇഷ്ടം പോലെ ക്രൈം ത്രില്ലർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വിത്ത് കോമഡിയോടുകൂടി ഈ ക്രൈം ത്രില്ലറിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. അപ്പം ആ സിനിമേനെ അത്ര എൻഗേജിങ് ആയിട്ട്, അത്ര ഒരു റിയാലിറ്റിയോട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആ സിനിമേനെ അപ്രോച്ച് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ആ എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. കുറേ സീനുകളുണ്ട്, കുറേ ആക്ഷൻ രംഗങ്ങളുണ്ട്, കുറേ സെറ്റ് പീസുകളുണ്ട് ഇതിനകത്ത്. ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരു ചേസിങ് സീനുണ്ട് സിനിമ ക്ലൈമാക്സിന് തൊട്ട് മുമ്പായിട്ട്, കിടുക്കിയിട്ടുണ്ട്. ആ വിഷ്വല് കണ്ടിട്ട് നമുക്കിവിടെ ഇരുന്ന് പേടിയാകുന്ന ഒരു അവസ്ഥ വന്നു. അത്ര റിയലായിട്ട് അതിനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ അത് പറ്റിയെന്ന് അറിയത്തില്ല, ബട്ട് ഗംഭീരമായിട്ട് ഒരു ഡൂപ്പില്ലാതെ ഒരു സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഒരു പൊട്ടിക്ക് മാറിപ്പോയ അപകടത്തിൻ്റെ ഒരു അങ്ങേയറ്റം പറ്റും. കിടുക്കി ഹോൾ ടീമിനാണ് ഈ ഒരു കൈയടി കൊടുക്കേണ്ടത്. കാരണം അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഷാപ്പിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ വരും. അങ്ങോട്ട് പോകണ്ട, കുറേ ദൂരം പോകും. അപ്പോൾ ഒരു ഷാപ്പ് കാണിക്കുക, ആ ഷാപ്പിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ കാണിച്ചതിന് ശേഷം ആ ഷാപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്നും ഏതൊക്കെ ഏരിയകൾ അവിടെ ഉണ്ടെന്നും ആ ടെറൈൻ മുഴുവൻ കൊണ്ട് വിഷ്വലി നമ്മളെ കാണിക്കുകയും
നമ്മളെ ആ ഷാപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഷാപ്പിന് അവരുടെ ആൾക്കാരിലെ ഒരാളായിട്ട് നമ്മളെ എടുത്ത് മാറ്റുകയും ചെയ്ത ഒരു മാജിക് ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗംഭീരം ഗംഭീരം ഗംഭീരം. വേറൊന്നും പറയാനില്ല. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ വലിയ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. സെക്കൻഡ് ഹാഫിൽ അങ്ങും ഇങ്ങായിട്ട് എവിടെയോ 2-3 ഇടത്ത് ചെറിയ ക്രിഞ്ച് അടിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കോമഡി വർക്കൗട്ട് ആക്കാൻ വേണ്ടി 1-2 കുട്ടി സീൻ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു തിയേറ്ററിൽ ആൾക്കാർ എന്നിട്ട് അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്ന ഒരു കുട്ടി മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കിയത്. അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നെഗറ്റീവ്സും എനിക്ക് സിനിമയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗംഭീരമായിട്ട് എൻ്റർടൈൻ ചെയ്ത ഒരു സൂപ്പർ ഫിലിം തന്നെയാണ് പ്രാവിൻകോട് ഷാപ്പ്. ഈ മാസം കാണാൻ പറ്റിയ, ഈ ആഴ്ച കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. മലയാള സിനിമയുടെ 2025 സ്റ്റാർട്ടിങ്ങും ഗംഭീരമായിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച രേഖാചിത്രം, ഈ ആഴ്ച പ്രാവിൻകോട് ഷാപ്പ്. പ്രാവിൻകോട് ഷാപ്പ് ആക്ച്വലി 2024 റൈഫിൾ ക്ലബിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നു. ഇന്ന് റൈഫിൾ ക്ലബിൻ്റെ OTT റിലീസ് വരുന്നു. അപ്പോൾ ആ റൈഫിൾ ക്ലബിന് വേണ്ടിയാണ് അന്നത്തെ റിലീസ് ഡേറ്റ് മാറ്റി അവർ ജനുവരിയിലേക്ക് വെച്ചത്. ഒരു കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു. റൈഫിൾ ക്ലബിൻ്റെ OTT റിലീസ് ഇന്ന് നടക്കുന്നു. ഇന്ന് പ്രാവിൻകോട് ഷാപ്പ് തിയേറ്ററിൽ റിലീസാവുന്നു. സൂപ്പർ. എന്തായാലും മറ്റൊരു മലയാള സിനിമയുടെ തേരോട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ഗംഭീര മാജിക്കാണ് ഈ സിനിമ. നിങ്ങൾ തിയേറ്ററിൽ പോയി ആ മാജിക്ക് ആസ്വദിക്കുക. വേറൊന്നും എനിക്ക് പറയാനില്ല. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമുക്ക് കമൻസ് കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.